ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 5ാം ക്ലാസ്സിലെ വൻകരകളും സമുദ്രങ്ങളും എന്നീ ടോപ്പിക്കിൽ നിന്നുള്ളതാണ്. അതിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അത് കൂടാതെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എത്ര വൻകരകളാണുള്ളത്? 7 വൻകരകളാണുള്ളത് അല്ലേ? ഏഷ്യ, ഏതൊക്കെയാണ് വൻകരകൾ വരുന്നത്? ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നിവയാണ്. ഏതൊക്കെയാണ് ആ വൻകരകൾ? ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നിവയാണ് ആ വൻകരകൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. നമ്മുടെ ഭൂഖണ്ഡങ്ങളിൽ എന്ന് പറയുന്നത് 7 ഭൂഖണ്ഡങ്ങളാണുള്ളത്. നമ്മുടെ ഭൂമിയിൽ 7 ഭൂഖണ്ഡങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും വലിയ ഭൂഖണ്ഡം പറയുന്നത് ഏഷ്യയാണ്. ഏറ്റവും ചെറുത് വന്നിട്ട് ഓസ്ട്രേലിയ ആണ് വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം വരുന്നത് റഷ്യയാണ്. പക്ഷേ റഷ്യ നമ്മുടെ ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ് ഉൾക്കൊള്ളുന്നതെങ്കിലും ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ് ഉൾക്കൊള്ളുന്നത് പറഞ്ഞാലും മുഴുവനായിട്ട് അത് എവിടെ ഉൾക്കൊള്ളുന്നില്ല? ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ ഏഷ്യയിലെ വലിയ രാജ്യം ചോദിച്ചു പറഞ്ഞാൽ അത് ചൈനയാണ്. ഏഷ്യയിലെ വലിയ രാജ്യം ചോദിച്ചു പറഞ്ഞാൽ അതെന്താണ്? ചൈന എന്ന് പറയുന്നതാണ്. അപ്പോൾ ഭൂമിയിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം എന്ന് പറയുന്നത് വത്തിക്കാൻ സിറ്റിയാണ്. ഇനി ഏഷ്യയിലെ വലിയ രാജ്യം നമ്മൾ പറഞ്ഞല്ലോ. ഏഷ്യയിലെ വലിയ രാജ്യം ഏതാണ്? ചൈനയാണ് ഏഷ്യയിലെ വലിയ രാജ്യം. ഏറ്റവും വലിയ വൻകര എന്ന് പറയുന്നത് ഏഷ്യയാണ്. അതുപോലെ യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യമാണ് യുക്രൈൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? ഉക്രൈനാണ്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യം പറയുന്നത് അൾജീരിയയാണ്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം കാനഡയാണ്. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം പറയുന്നത് ബ്രസീലാണ് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യം ചൈന, യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം ഉക്രൈൻ, ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യം പറയുന്നത് അൾജീരിയയാണ്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് കാനഡയാണ്. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് ബ്രസീലാണ്. ഇനി നമുക്ക് ഏഷ്യയെ കുറിച്ചിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത കാര്യങ്ങൾ കുറച്ച് നോക്കാം. ഏറ്റവും വലിയ വൻകരയാണ് ഏഷ്യ. നമ്മൾ പറഞ്ഞു അല്ലേ, ഏറ്റവും വലിയ വൻകരയാണ് ഏഷ്യ. അതിലെ ഏറ്റവും വലിയ രാജ്യമാണ്. ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാവുണ്ടല്ലോ, ഇന്ത്യൻ മഹാസമുദ്രം ഈ ഭാഗങ്ങളിലാണുള്ളത്. ഇതിന് വടക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഏഷ്യ വൻകര സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നു. അപ്പോൾ ഏറ്റവും വലിയ വൻകരയിൽ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നതും എന്ന് ഓർത്തു വെക്കുക. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഈ വൻകരയുടെ ഭാഗമാണ്. ഏത് വൻകരയുടെ ഭാഗമാണ്? ഏഷ്യ വൻകരയുടെ ഭാഗമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രദേശം നമ്മുടെ ഏഷ്യയിലാണ്. അതുപോലെ ഏറ്റവും താഴ്ന്ന പ്രദേശമായ ചാവുകടലും സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ഉയരമുള്ള എവറസ്റ്റും ഏറ്റവും താഴ്ന്ന ഭാഗമായ ചാവുകടലും സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഏഷ്യ വൻകരയിലാണ്. ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ, മഴ തീരെ കുറവായ പ്രദേശങ്ങൾ, വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ, വളരെ ചൂട് കൂടിയ പ്രദേശങ്ങൾ, മിതമായ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങൾ എന്നിങ്ങനെ ഒട്ടനവധി വൈവിധ്യങ്ങൾ ഈ വൻകരയിൽ കാണാനാവും. നെല്ല്, ഗോതമ്പ്, ചോളം തുടങ്ങി വിവിധ തരം വിളകൾ കൃഷി ചെയ്യുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഏഷ്യയിലാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നത് എവിടെയാണ്? ഏഷ്യയിലാണ്. ഏറ്റവും വലിയ വൻകര ഏതാണ്? ഏഷ്യയാണ്. നമ്മുടെ ഇന്ത്യ ഉള്ളത് എവിടെയാണ്? ഏഷ്യയിലാണ്. തലയുയർത്തി ഹിമാലയം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഹിമാലയം. ഏഷ്യ വൻകരയിൽ ഇന്ത്യക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതനിര ഇന്ത്യയുടെ കാലാവസ്ഥയിലും സംസ്കാരത്തിലും ഏറെ സ്വാധീനം ചെലുത്തുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ നേപ്പാളിലെ മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടെ നിരവധി കൊടുമുടികൾ ഉൾക്കൊള്ളുന്ന ഈ പർവ്വതനിരകളിൽ പല ഭാഗങ്ങളും സ്ഥിരമായി മഞ്ഞു മൂടിക്കിടക്കുന്നതിനാലാണ് ഇതിന് ഹിമാലയം എന്ന് പേര് വരാൻ കാര്യം. ഇതാണ് നമുക്ക് ഏഷ്യയെ കുറിച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള കാര്യം. നമുക്ക് എക്സ്ട്രാ കുറച്ച് ഭാഗങ്ങളും കൂടി നോക്കാം. ഏഷ്യയിലെ കുറച്ച് നദികൾ നോക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞു നമ്മുടെ ഇന്ത്യ എവിടെയുള്ളത്? ഏഷ്യയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദിയായ സിന്ധു നദിയും അതുപോലെ ഏത് നദിയാണ് വരുന്നത്? സിന്ധു നദിയും ഗംഗാ നദിയും വരുന്നത് എവിടെയാണ്? ഏഷ്യയിലാണ് വരുന്നത്.
അത് കൂടാതെ വേറെ ഏതൊക്കെ വരുന്നുണ്ടാവും? നമ്മുടെ ഹൊയാങ് ഹോ നദി വരുന്നുണ്ട്, യാങ്സി നദി, യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾ. ഈ നദികളുള്ളത് ഇറാഖിലാണ് കേട്ടോ. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾ ഒഴുകുന്നത് ഏതിലൂടെയാണ്? ഇറാഖിൽ കൂടെയാണ്. അപ്പൊ ഇറാഖും എവിടെയാണുള്ളത്? നമ്മുടെ ഏഷ്യയിൽ തന്നെയാണുള്ളത്. പിന്നെ ജോർദാൻ, ഓബ് എന്നീ നദികളെല്ലാം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഏഷ്യ വൻകരയിലാണ് ഉള്ളത്. ഇനി പ്രധാന പർവ്വതങ്ങൾ നമുക്കറിയാം. ഹിമാലയം പറഞ്ഞപ്പോൾ എവറസ്റ്റ് വരും, ഹിമാലയം വരും. അതുപോലെ നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കുന്ന ഹിന്ദുക്കുഷ്, സുലൈമാൻ, കാഞ്ചൻജംഗ, മൗണ്ട് കേറ്റു, അതിൽ കൂടെ യുറാലും കൂടി വരും. അപ്പോൾ എവറസ്റ്റ്, ഹിമാലയം, ഹിന്ദുക്കുഷ്, സുലൈമാൻ, കാഞ്ചൻജംഗ, മൗണ്ട് കേറ്റു, യുറാൽ എന്നിവയെല്ലാം ഏഷ്യയിലെ പ്രധാന പർവ്വതങ്ങളാണ്. അതുകൂടാതെ പ്രധാന പീഠഭൂമികൾ ഏതൊക്കെയാണ്? പീഠഭൂമികൾ വരുന്നത് അറേബ്യ, ഡെക്കാൻ, ഇൻഡോ ചൈന, ഛോട്ടാ നാഗ്പൂർ, ലഡാക്ക്, ഉഫ എന്നിവയെല്ലാം ഏഷ്യയിലെ പ്രധാന പീഠഭൂമികളാണ്. ഡെക്കാൻ പീഠഭൂമി, പിന്നെ ഇൻഡോ ചൈന പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ലഡാക്ക് പീഠഭൂമി, പിന്നെ കൂടാതെ അറേബ്യയും ഉഫായും കൂടി ഓർത്തു വെക്കുക. ഏഷ്യയിലെ പ്രധാന മരുഭൂമികളാണ് താറ്, ഗോബി, ടക്ലമക്കാൻ എന്നിവയെല്ലാം ഏഷ്യയിലെ പ്രധാന നദികളാണ്. അപ്പം നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ വൻകരയാണ് ഏഷ്യ. ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ ഉള്ള ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഏഷ്യയാണ്. അതിപ്പോൾ ജനസംഖ്യ ഉള്ളതുകൊണ്ട് തന്നെ ജനസാന്ദ്രതയുള്ള ഭൂഖണ്ഡവും ഏഷ്യ തന്നെയാണ്. ഇന്ത്യ ഏഷ്യയുടെ ഏത് ഭാഗത്തായിട്ടാണുള്ളത്? തെക്ക് ഭാഗത്തായിട്ടാണ്. ഏഷ്യയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്. വൈവിധ്യങ്ങളുടെ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞു. ഏറ്റവും മഞ്ഞ് കൂടിയ ഭാഗമുണ്ട്, ചൂട് കൂടിയ ഭാഗമുണ്ട്, അതുപോലെ നല്ല മഴ ലഭിക്കുന്ന ഭാഗമുണ്ട്. അങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വൈവിധ്യമുള്ള ഭൂഖണ്ഡം കൂടിയാണ്. അതുപോലെ ആത്മീയതയുടെ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു. കാരണം ഒരുപാട് മതങ്ങൾ നമ്മുടെ ഏഷ്യയിലാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആത്മീയതയുടെ ഭൂഖണ്ഡം എന്നും അറിയപ്പെടുന്നു. ഏഷ്യ വൻകരയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖകളാണ് ഭൂമധ്യരേഖ, ഉത്തരായന രേഖ എന്നിവ. ഏതൊക്കെയാണ്? ഭൂമധ്യരേഖയും ഉത്തരായന രേഖ എന്നും പറയുന്നത്. ഏഷ്യയെയും മറ്റ് ഭൂഖണ്ഡങ്ങളെയും വേർതിരിക്കുന്ന ഭാഗങ്ങൾ നോക്കാം. ഏഷ്യയെയും ആഫ്രിക്കയെയും വേർതിരിക്കുന്നത് ഏതാണ് ചോദിച്ചാൽ ഏഷ്യയെയും ആഫ്രിക്കയെയും വേർതിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ചെങ്കടലാണ് ഏഷ്യയും ആഫ്രിക്കയും വേർതിരിക്കുന്നത്. വടക്കേ അമേരിക്കയിൽ നിന്ന്, ഇപ്പൊ നമ്മൾ ഏഷ്യയും ആഫ്രിക്കയും വരുന്നു, അടുത്ത വടക്കേ അമേരിക്കയിൽ നിന്ന് ഏഷ്യയെ വേർതിരിക്കുന്ന കടലെടുക്ക് ചോദിച്ചാൽ ബെറിംഗ് കടലെടുക്കാണ്. ഏഷ്യയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന പർവ്വതനിര ചോദിച്ചാൽ അത് യുറാൽ പർവ്വതനിരയാണ്. ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് ബോസ്ഫറസ് പാലം എന്ന് പറയുന്നത്. അപ്പോൾ ഓർമ്മ ഉണ്ടല്ലോ, ഏഷ്യയും ആഫ്രിക്കയും വേർതിരിക്കുന്ന കടൽ ചെങ്കടൽ, വടക്കേ അമേരിക്കയിൽ നിന്ന് ഏഷ്യയെ വേർതിരിക്കുന്ന കടലെടുക്ക് ബെറിംഗ് കടലെടുക്ക്, ഏഷ്യയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന പർവ്വതനിര യുറാൽ പർവ്വതനിരയാണ്. ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന പാലം ബോസ്ഫറസ് പാലമാണ്. അതുപോലെ നമ്മൾ പറഞ്ഞ ഏറ്റവും ഉയരം കൂടിയ എവറസ്റ്റും ഏറ്റവും താഴ്ന്ന ഭാഗമായ ചാവുകടലും ഉള്ളത് ഏഷ്യയിൽ തന്നെയാണ്. ചാവുകടൽ വന്നിട്ട് ഇസ്രായേലിന്റെ ജോർദാന്റെ അതിർത്തിയായിട്ടാണ് ചാവുകടൽ ഉള്ളത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ശൈത്യ മരുഭൂമിയാണ് ഗോബി മരുഭൂമി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പ്രധാന മരുഭൂമി പഠിച്ചല്ലോ. അപ്പോൾ ഏഷ്യയിലെ പ്രധാന ശൈത്യ മരുഭൂമിയാണ് ഗോബി മരുഭൂമി എന്ന് പറയുന്നത്. ഇനി ഏഷ്യയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ കുറച്ച് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണെന്ന് പറഞ്ഞാൽ ചൈനയാണ്. ഏതാണ് ഫസ്റ്റ് നോക്കാൻ പോകുന്നത്? ചൈനയുടെ പ്രത്യേകത എന്താണ്? പൂർണ്ണമായും ഏഷ്യക്കുള്ളിലുള്ള ഏറ്റവും വലിയ രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. അത് ഏറ്റവും വലിയ രാജ്യമാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ രാജ്യവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം കൂടിയാണ് ചൈന എന്ന് പറയുന്നത്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ലോകത്ത് ആദ്യമായിട്ട് പേപ്പർ കറൻസി കൊണ്ടുവന്നു. അതുപോലെ സിവിൽ സർവീസ് കൊണ്ടുവന്നു. UN വീറ്റോ അധികാരമുള്ള ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. ഇവർക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ സേനയുള്ളത്. റെയിൽവേ ശൃംഖലയാണ് കേട്ടോ. റെയിൽവേ ശൃംഖലയുള്ളത്, വലിയ ചില്ലുപാലമുള്ളത്, ദക്ഷിണ ധ്രുവത്തിൽ സ്ഥിരമായി വിമാനത്താവളമുള്ളത്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബുദ്ധമത വിശ്വാസികളുള്ള രാജ്യം. ഇതൊക്കെ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അത് ചൈനയാണ്. ചൈനയുടെ ദുഃഖം എന്ന് പറയുന്നത് ഏതാണ്? ഹൊയാങ് ഹോ നദിയാണ്. നമ്മൾ പ്രധാന നദികളിൽ പഠിച്ചല്ലോ ഹൊയാങ് ഹോ നദി. ആ ഹൊയാങ് ഹോ നദിയാണ്. അത് എന്തെന്നും അറിയപ്പെടുന്നു? മഞ്ഞ നദി എന്നും അറിയപ്പെടുന്നു. പിന്നെ അടുത്തത് നമ്മുടെ
ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. തെക്കൻ ഏഷ്യയുടെ തെക്ക് ഭാഗത്തുള്ള ഏറ്റവും വലിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഭാഷകളുണ്ട് അല്ലേ? ഒരുപാട് ഭാഷകളുള്ള ഒരു രാജ്യം കൂടിയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. തീഹാർ ജയിലാണ്. ഏതാണ്? തീഹാർ ജയിൽ. അതുകൂടാതെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉള്ളതും നമ്മുടെ ഇന്ത്യയിലാണ്. ധർമ്മശാലയാണത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റോഡായ ലഡാക്ക് റോഡും ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ മോട്ടോർ റോഡായ ലഡാക്ക് റോഡും സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. ഇനി അടുത്തത് ജപ്പാൻ. അടുത്തതാണ് ജപ്പാൻ അറിയപ്പെടുന്നത് എന്താണ്? ഉദയസൂര്യൻ്റെ നാട് എന്നാണ് അറിയപ്പെടുന്നത്. പുതിയ സൂര്യൻ്റെ നാട് എന്ന് പറയുമ്പോൾ അത് എവിടെ ഉണ്ടാവുക? കിഴക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നതാണ് ജപ്പാൻ. അവിടെയാണ് ഏറ്റവും പഴക്കമുള്ള രാജവാഴ്ചയുള്ള രാജ്യം എന്ന് പറയുന്നത് ജപ്പാനാണ്. ഏറ്റവും പഴക്കമുള്ള രാജവാഴ്ച, ഏറ്റവും പഴക്കമുള്ള ദേശീയ ഗാനമുള്ളത്. അതുപോലെ നമ്മൾ എപ്പോഴും പഠിക്കാറില്ലേ ഹിരോഷിമ, നാഗസാക്കി, ആ പട്ടണങ്ങളെല്ലാം ഉള്ളത് ഈ ജപ്പാനിലാണ്. നിപ്പോൺ കണ്ടുപിടുത്തങ്ങളുടെ നാട് എന്നെല്ലാം അറിയപ്പെടുന്നത് ജപ്പാനാണ്. നമ്മുടെ ഏഷ്യയിലെ ആദ്യത്തെ ഒളിമ്പിക്സിന് വേദിയായതും ഈ ജപ്പാനാണ്. G7 രാജ്യങ്ങളിൽ അംഗത്വമുള്ള ഒരേ ഒരു ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ലോകത്തിലെ 3ാമത്തെ വാഹന നിർമ്മാതാവാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യ മാർക്കറ്റാണ് ജപ്പാനിലെ ടോക്കിയോയിലെ സുക്കിജി മാർക്കറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏഷ്യ പറഞ്ഞപ്പോൾ ഏഷ്യയിൽ ലോകത്ത് വെച്ചിട്ട് ഏറ്റവും ആദ്യമായി പേപ്പർ കറൻസി കൊണ്ടുവന്നത് പറഞ്ഞു. അതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യമായിരുന്നു എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയുള്ളത്, ബുദ്ധമത വിശ്വാസികളുള്ളത് പറഞ്ഞിട്ട് അവിടെ ലോകത്തിലെ വലുതായത് പറഞ്ഞു. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ പറഞ്ഞ ഏറ്റവും ഉയരം കൂടിയ മോട്ടോർ റോഡായ ലഡാക്ക് റോഡിനെ കുറിച്ച് പറഞ്ഞു. ഏറ്റവും ഉയരം കൂടിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ ധർമ്മശാലയെക്കുറിച്ച് പറഞ്ഞു. ഏറ്റവും വലിയ ജയിലായ തീഹാർ ജയിലിനെ കുറിച്ച് പറഞ്ഞു. ഉദയസൂര്യൻ്റെ നാടാണ് ജപ്പാൻ എന്ന് പറഞ്ഞു. ജപ്പാനിലെ G7 രാജ്യങ്ങളിൽ അംഗത്വമുള്ള ഒരേ ഒരു രാജ്യമാണ്, ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ എന്ന് പറഞ്ഞു. അതുകൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യ മാർക്കറ്റ് ഉള്ളത് ജപ്പാനിലാണ്. സുക്കിജി മത്സ്യ മാർക്കറ്റ്, അത് ടോക്കിയോയിലെ സുക്കിജി മത്സ്യ മാർക്കറ്റാണത്. കണ്ടുപിടുത്തങ്ങളുടെ നാട് എന്നാണ് ജപ്പാൻ അറിയപ്പെടുന്നത്. അടുത്തത് ഇന്തോനേഷ്യ. അടുത്തത് ഏതാ വരുന്നത്? അടുത്തത് ഇന്തോനേഷ്യയാണ് വരുന്നത്. ഇന്തോനേഷ്യയുടെ പ്രത്യേകത പറയുമ്പോൾ എന്താണ്? ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഏഷ്യൻ രാജ്യമാണ്. രാജ്യമാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത്. ഭൂമധ്യരേഖ, നമ്മൾ അക്ഷാംശ രേഖ പഠിച്ചിട്ടുള്ളപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? ഇന്തോനേഷ്യ ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹമാണ് ഇന്തോനേഷ്യ. ദ്വീപ സമൂഹമാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത്. അടുത്തത് നേപ്പാളിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് നേപ്പാളിലാണ്. അപ്പോൾ എവറസ്റ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ എവിടെയാണ്? നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ബുദ്ധൻ്റെ ജന്മസ്ഥലവും ജീവിക്കുന്ന ദേവിയുടെ വീടുമെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ നേപ്പാളിൽ തന്നെയാണ്. പിന്നെ മഹാഭാരതത്തിൽ നേപ്പാൾ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് പറഞ്ഞാൽ കിരാതന്മാരുടെ നാട് എന്നറിയപ്പെട്ടിരുന്ന ഏതാണ്? നേപ്പാളാണ്. പിറന്ന നാടും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ മഹത്തരം എന്ന പ്രമാണവാക്യം നേപ്പാളിൻ്റെയാണ്. പിന്നെ അവരുടെ ഒരു ദേശീയ പതാകയ്ക്കുള്ള ഒരു പ്രത്യേകത എന്താണ് പറഞ്ഞാൽ അവരുടെ ദേശീയ പതാക ചതുരാകൃതിയിലല്ലാത്ത ദേശീയ പതാകയുള്ള ഒരേ ഒരു രാജ്യം കൂടിയാണ് നേപ്പാൾ എന്ന് പറയുന്നത്. അടുത്തത് പാകിസ്ഥാൻ. നമ്മുടെ അയൽ രാജ്യമാണ് അല്ലേ. മുസ്ലിം ജനസംഖ്യയിൽ 2ാം സ്ഥാനമാണ് പാകിസ്ഥാനുള്ളത്. അടുത്ത ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഉറുദു ആണ്. ഒരു ഇസ്ലാമിക രാജ്യത്ത് പ്രധാനമന്ത്രിയായ ആദ്യ വനിതയാണ് ബേനസീർ ഭൂട്ടോ എന്ന് പറയുന്നത്. എന്നാൽ ലോകത്തെ ആദ്യ വനിത പ്രധാനമന്ത്രി ചോദിച്ചാൽ അത് സിരിമാവോ ബണ്ടാരനായകയാണ്. അവർ വന്നിട്ട് ശ്രീലങ്കയിലേതാണ്. അവരെവിടുത്തെയാണ്? ശ്രീലങ്കയിലാണ്. അപ്പോൾ മുസ്ലിം രാജ്യത്തെ ചോദിച്ചാൽ അതാരാണ്? ബേനസീർ
ഭൂട്ടോയാണ്. ഈ പാകിസ്ഥാനിലാണ് നമ്മൾ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ അവിടെ സിവിലൈസേഷനും അതുപോലെ മോഹൻജദാരോ എല്ലാം നിലനിന്നിരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പാകിസ്ഥാനിലാണ്. അടുത്തത് മാലിദ്വീപ്. മാലിദ്വീപ് എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണ്? മാലിദ്വീപ് എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് മാലിദ്വീപ് എന്ന് പറയുന്നത്. അവിടെയാണ് ഈ വെള്ളമണൽ കാണപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 1.18 മീറ്റർ മാത്രമാണ് ഉയരമുള്ളത്. എന്നാൽ ഉയരത്തിൽ പരന്ന രാജ്യം കൂടിയാണ്, ലോകത്തിലെ ഏറ്റവും പരന്ന രാജ്യം കൂടിയാണ് മാലിദ്വീപ് എന്ന് പറയുന്നത്. വെള്ളത്തിനടിയിൽ മന്ത്രിസഭാ യോഗം കൂടിയ രാജ്യം കൂടിയാണ് മാലിദ്വീപ് എന്ന് പറയുന്നത്. അടുത്ത ഫിലിപ്പൈൻസ്. ഏഷ്യയുടെ കവാടം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഏഷ്യ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ഏതാണ്? ഏഷ്യയുടെ കവാടം ഏതാണ് ചോദിച്ചാൽ ഫിലിപ്പീൻസ് ആണ്. ഏഷ്യയുടെ കവാടം ഫിലിപ്പീൻസ് ആണ്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചതും ഫിലിപ്പീൻസ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദ്വീപ സമൂഹമാണ് ഏത്? ഫിലിപ്പീൻസ് എന്ന് പറയുന്നത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹം ഇന്തോനേഷ്യ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദ്വീപ സമൂഹമാണ് ഫിലിപ്പീൻസ് എന്ന് പറയുന്നത്. അടുത്തത് അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനും നമ്മുടെ അയൽ രാജ്യമായിട്ട് വരും അല്ലേ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണിത്. ഹാർട്ട് ഓഫ് ഏഷ്യ. അഫ്ഗാനിസ്ഥാനിലെ വികസനവും സുരക്ഷയും ലക്ഷ്യമിട്ടുള്ള അയൽ രാജ്യങ്ങളുടെ സംരംഭമാണ് ഈ ഹാർട്ട് ഓഫ് ഏഷ്യ എന്ന് പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ ഓയിൽ പെയിന്റിംഗ് വരച്ചത് അഫ്ഗാനിസ്ഥാനിലെ ബാമിയാനിലാണ്. അടുത്തത് ബംഗ്ലാദേശ്. കിഴക്കൻ പാകിസ്ഥാൻ നദികളുടെയും കൈവഴികളുടെയും നാട്, മസ്ലിം തുണികളുടെ നാട് എന്നെല്ലാം അറിയപ്പെടുന്നത് ഈ ബംഗ്ലാദേശാണ്. ഭാഷയ്ക്കും മേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ യുദ്ധം ചെയ്യാൻ തയ്യാറായ രാജ്യം കൂടിയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. അവാമി ലീഗ് എന്ന് പറയുന്നത് എന്താണ്? ബംഗ്ലാദേശിലെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയാണ് അവാമി ലീഗ് എന്ന് പറയുന്നത്. റോയൽ ബംഗാൾ കടുവകളുടെ ആസ്ഥാനം കൂടിയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. അടുത്തത് ഭൂട്ടാൻ. ഏഷ്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജനാധിപത്യ രാജ്യമാണ് ഭൂട്ടാൻ. പുകയില വിൽപ്പന നിരോധിച്ച രാജ്യമാണ്. ലോകത്തിലെ ഏക കാർബൺ നേറ്റീവ് രാജ്യം കൂടിയാണ് ഭൂട്ടാൻ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ വിമാനത്താവളങ്ങളിൽ ഒന്നായ പാരോ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നതും ഈ ഭൂട്ടാനിൽ തന്നെയാണ്. അടുത്തത് ശ്രീലങ്ക. ശ്രീലങ്കയെ കുറിച്ച് പറയുമ്പോൾ ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയി പറയാനുള്ളത്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുത്തും ഇന്ത്യയുടെ കണ്ണുനീർ തുള്ളിയും എന്നാണ് അറിയപ്പെടുന്നത് ശ്രീലങ്ക. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായ സിരിമോ ബണ്ടാര നായിക വന്നിട്ട് ശ്രീലങ്കയിലെ പ്രധാനമന്ത്രി ആയിട്ടുണ്ടായിരുന്നു. എവിടത്തേനും ശ്രീലങ്കയിലെ പ്രധാനമന്ത്രി ആയിരുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് ശ്രീലങ്കയിലെ രവീന്ദ്രനാഥ ടാഗോർ മെമ്മോറിയൽ ഓഡിറ്റോറിയം അതുപോലെ ആദ്യ മോഡൽ വില്ലേജും പ്രവർത്തനം ആരംഭിച്ചതൊക്കെ. അതുകൂടാതെ മാരിടൈം റിസർച്ച് സെന്റർ ആരംഭിച്ചതും ഇന്ത്യയുടെ സഹായത്തോടെ തന്നെയാണ്. അടുത്തത് റഷ്യ. നമ്മൾ പറഞ്ഞല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ എന്ന് പറഞ്ഞു. ബൈക്കൽ തടാകം സ്ഥിതി ചെയ്യുന്നത് ഈ റഷ്യയിലാണ്. റെഡ് സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് റഷ്യയിലെ മോസ്കോയിലാണ്. എവിടെയാണ്? റഷ്യയിലെ മോസ്കോയിൽ. ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള ഗ്രാമമായ ഒയ്മ്യക്കോണും റഷ്യയിലാണുള്ളത്. ഒയ്മ്യക്കോണും റഷ്യയിലാണുള്ളത്. ബഹിരാകാശത്തെത്തിയ ആദ്യം മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അത് റഷ്യക്കാരനായ യൂറി ഗഗാറിനാണ്. ലോകത്തിലെ അല്ലെങ്കിൽ ഭൂമിയിലെ ഏറ്റവും മലിനമായ സ്ഥലമായ കറാച്ചി തടാകം സ്ഥിതി ചെയ്യുന്നതും റഷ്യയിലാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരമുള്ളത്. ഇനി കുറച്ച് അറബിക് രാജ്യങ്ങളായ ഇറാന്, സൗദി അറേബ്യ, ഇറാഖ്, അതുപോലെ കുവൈത്ത്, UAE എന്നിവയെല്ലാം നമ്മളിപ്പോൾ അഫ്ഗാനിസ്ഥാൻ പറഞ്ഞാലും പാകിസ്ഥാൻ പറഞ്ഞാലും അതൊക്കെ വരുന്നത് നമ്മുടെ എവിടെ തന്നെയാണ്? ഏഷ്യയിൽ തന്നെയാണ്. ഇപ്പുറത്ത് പറയുന്നത് പറഞ്ഞാൽ നമ്മൾ ജപ്പാന് പറഞ്ഞു അല്ലേ. ജപ്പാന് പറഞ്ഞു. അതുപോലെ വേറെ ഏതൊക്കെയാണ് പറഞ്ഞത്? ചൈന പറഞ്ഞു. ജപ്പാൻ, ചൈന, നേപ്പാള്, അങ്ങനെ കുറേ ഭാഗങ്ങൾ എവിടെയാണ് ഉൾക്കൊള്ളുന്നത്? നമ്മുടെ ഏഷ്യയിൽ തന്നെയാണുള്ളത്. ഇറാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആര്യന്മാർ എന്നാണ്. ഇറാൻ എന്ന വാക്കിന്റെ അർത്ഥം. ബഹായി മതം, പാഴ്സി മതം എന്നിവയെല്ലാം രൂപം കൊണ്ടതും ഇറാനിൽ തന്നെയാണ്. സൗദി അറേബ്യ എന്താണ്? ഏറ്റവും വലിയ ഉപദ്വീപാണ് സൗദി അറേബ്യയിലെ അറേബ്യൻ പെനിൻസുല എന്ന് പറയുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ രാജ്യം. അതുകൂടാതെ അവിടെ എന്തില്ല? നദികളൊന്നുമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ നദികളില്ലാത്ത രാജ്യം ചോദിച്ചു പറഞ്ഞാലും അത് സൗദി അറേബ്യയാണ്. നമ്മൾ പ്രകൃതിവാതക ശേഖരത്തിന്റെ കാര്യം റഷ്യയിലെ പറഞ്ഞ പോലെ പെട്രോളും കയറ്റുമതി ചെയ്യുന്ന രാജ്യം ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അത്
സൗദി അറേബ്യയാണ്. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഏഷ്യൻ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് സിംഗപ്പൂറാണ്. കൂടുതലുള്ളത് സിംഗപ്പൂരും, കുറഞ്ഞത് ഏഷ്യയിലെ തന്നെ മംഗോളിയയുമാണ്. പിന്നെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് നിലവിൽ വന്ന ആദ്യ ഗൾഫ് രാജ്യം എന്ന് പറയുന്നത് UAE ആണ്. ലോകത്തിലെ നിലവിലുള്ള ഏറ്റവും ഉയരമുള്ള കെട്ടിടമായ ബുർജ് ഖലീഫയുള്ളതും ഏഷ്യയിലെ തന്നെയാണ്. എവിടെയെന്ന് ചോദിച്ചാൽ ദുബായിലാണ്. ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസിയും നമ്മുടെ ഏഷ്യയിലാണുള്ളത്. കുവൈത്തി ദിനാറാണത്. പിന്നെ നമ്മൾ പറഞ്ഞു യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദികൾ ഒഴുകുന്നത് ഇറാഖിലൂടെയാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ കരബന്ധിത രാജ്യം കൂടിയാണ് നമ്മുടെ ഏഷ്യയിലെ കസാക്കിസ്ഥാൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതാണ് ആഫ്രിക്ക. അതിൽ ടെക്സ്റ്റിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം. ആഫ്രിക്കയ്ക്ക് വലുപ്പത്തിൽ 2ാം സ്ഥാനമാണുള്ളത്. ആഫ്രിക്കയ്ക്ക് വലുപ്പത്തിൽ എത്രാം സ്ഥാനമാണുള്ളത്? 2ാം സ്ഥാനമാണ് ഉള്ളത്. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് ആഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഇന്ത്യൻ മഹാസമുദ്രം പിന്നെ അറ്റ്ലാന്റിക് സമുദ്രത്തിനിടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ജനവാസത്തിൽ 2ാം സ്ഥാനമാണ്. കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയാണ്. അതുകൊണ്ട് കൃഷി വളരെ കുറവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ ഇവിടെയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഓർത്ത് വയ്ക്കുക. ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ മരുഭൂമി എവിടെയാണ്? ആഫ്രിക്കയിലാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നെയിൽ ഈ വൻകരയിലൂടെ ഒഴുകുന്നു. നെയിൽ നദി ഒഴുകുന്നത് ആഫ്രിക്കയിലൂടെയാണ്. ഏറ്റവും നീളം കൂടിയ നദിയാണ് നെയിൽ നദി. ഏറ്റവും വലുത് ചോദിക്കണമെന്ന് അത് ആമസോൺ നദിയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ ഈ വൻകരയിൽ കാണാനാവും. ആഫ്രിക്കയുടെ വടക്ക് കിഴക്കൻ ഭാഗത്ത് കൂടി ഒഴുകുന്ന നെയിലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഏകദേശം 6850 കിലോമീറ്റർ നീളമുള്ള ഈ നദിയെ അന്താരാഷ്ട്ര നദി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കാരണം ഈ നദി ആഫ്രിക്കൻ വൻകരയിലെ 11 രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു. എത്ര രാജ്യങ്ങളിലൂടെ ഒഴുകുന്നത്? 11 രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു. ഈജിപ്ത്, സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാഡിയായി നെയിൽ നദിയെ വിശേഷിപ്പിക്കുന്നുണ്ട്. ആഫ്രിക്കയെ അറിയപ്പെടുന്നു, നമ്മൾ പറഞ്ഞു ആഫ്രിക്ക എന്ന് പറയുന്നത് എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ രാജ്യമാണെന്ന് പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലാണ് എന്ത് കിടക്കുന്നത്? ആഫ്രിക്ക കിടക്കുന്നത്. കാപ്പിരികളുടെ നാട് എന്നും അതുപോലെ ഇരുണ്ട ഭൂഖണ്ഡം, മാനവികതയുടെ കളിത്തൊട്ടിൽ എന്നെല്ലാം അറിയപ്പെടുന്നത് എന്താണ്? ഈ ആഫ്രിക്കയെ തന്നെയാണ്. ആഫ്രിക്കൻ വൻകരയെ 2 തുല്യ ഭാഗങ്ങളായി ഭാഗിക്കുന്നത് ഭൂമധ്യ രേഖയാണ്. ആഫ്രിക്കയെ യൂറോപ്പിൽ നിന്ന് വേർതിരിക്കുന്ന കടലിടുക്കാണ് ജിംബ്രാൾട്ടർ കടലിടുക്ക് എന്ന് പറയുന്നത്. ഏതാണ്? ജിംബ്രാൾട്ടർ കടലിടുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കടലിടുക്കിന്റെ പേര് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ബെറിൻ കടലിടുക്ക്. അത് എന്തുമായി ബന്ധപ്പെട്ടാണ്? വടക്കേ അമേരിക്കയിൽ നിന്ന് ഏഷ്യയും വേർതിരിക്കുന്നതാണ് ബെറിൻ കടലിടുക്ക്. അതായത് ബെറിൻ കടലിടുക്ക് ഏഷ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പഠിക്കുക. ജിംബ്രാൾട്ടർ കടലിടുക്ക് വന്നിട്ട് ആഫ്രിക്കയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പഠിക്കാം. ഏറ്റവും കൂടുതൽ മരുഭൂമികളുള്ളത് നമ്മുടെ ആഫ്രിക്കയിൽ തന്നെയാണ്. അതുപോലെ നമ്മുടെ ടെക്സ്റ്റിൽ വായിച്ചിലെ സഹാറ മരുഭൂമി, ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ മരുഭൂമിയുണ്ട്. അതുപോലെ ആഫ്രിക്കയുടെ മരുഭൂമിയാണ് കാലഹാരി മരുഭൂമി, നബീബ് മരുഭൂമി, ന്യൂബിയൻ മരുഭൂമി എന്നിവയെല്ലാം ആഫ്രിക്കയിലെ മരുഭൂമികളാണ്. ഏറ്റവും വലിയ നദിയായ നെയിൽ നദി ഉള്ളത് ആഫ്രിക്കയിലാണ്. ഫോസിൽ മരുഭൂമി എന്നാണ് കാലഹാരി മരുഭൂമി അറിയപ്പെടുന്നത്. ആഫ്രിക്കയും ഏഷ്യയും വേർതിരിക്കുന്ന കടലാണ് ചെങ്കടൽ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഫ്രിക്കയും ഏഷ്യയും വേർതിരിക്കുന്ന കടലാണ് ചെങ്കടൽ എന്ന് പറയുന്നത്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ടാൻസാനിയയിലെ മൗണ്ട് കിളിമഞ്ചാരോ എന്ന് പറയുന്നത്. ഇത് നമ്മളെ പാട്ടിൽ കേട്ടിട്ടുണ്ടാവില്ലേ, കിളിമഞ്ചാരോ. അത് ടാൻസാനിയയിലാണ്, ആഫ്രിക്കയിലാണുള്ളത്. അവിടുത്തെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് അറ്റ്ലസ് എന്ന് പറയുന്നത്. തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അത് വിക്ടോറിയ തടാകം. അപ്പോൾ പർവ്വതനിര അറ്റ്ലസ്, കൊടുമുടി മൗണ്ട് കിളിമഞ്ചാരോ, തടാകം വിക്ടോറിയ തടാകം. ഭൂമധ്യരേഖയും ഉത്തരായന രേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ഏക ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. ഏതൊക്കെയാണ്? ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ ഇവയെല്ലാം കടന്നു പോകുന്ന ഒരു ഭൂഖണ്ഡം ചോദിച്ചു പറഞ്ഞാൽ അത് ആഫ്രിക്കയാണ്. അപ്പോൾ ആഫ്രിക്കയിൽ കാണുന്ന പുൽമേടുകളെയാണ് സാവന്ന എന്ന് പറയുന്നത്. എങ്ങനെ പറയുന്നത്? സാവന്ന എന്ന് പറയുന്നത് എന്താണ്? ആഫ്രിക്കയിലെ പുൽമേടുകളാണ്. ആഫ്രിക്കയിലത്തെ നദികളുടെ പേര് ചോദിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതാണ്? നെയിൽ നദി പറഞ്ഞു അല്ലേ. ഏറ്റവും വലിയ നദിയാണ് നെയിൽ നദി എന്ന് പറഞ്ഞു. അതുകൂടാതെ നെഗർ, ലിംപോപ്പോ, സാംബസി, സയർ, ഓറഞ്ച്, സെനഗൽ എന്നിവയെല്ലാം ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട നദികളാണ്. അതുപോലെ ആഫ്രിക്കയിലെ പ്രധാന പർവ്വതങ്ങളിൽ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? കിളിമഞ്ചാരോ പറഞ്ഞു. അതുപോലെ മൗണ്ട് കെനിയ, മൗണ്ട് സ്റ്റാൻലി, അറ്റ്ലസ്, എൽഗൺ,
മെറു, ജബൽ മര എന്നിവയെല്ലാം ആഫ്രിക്കയിലെ പ്രധാന പർവ്വതനിരകളാണ്. ആഫ്രിക്കയിലെ പ്രധാന മരുഭൂമിയാണ് സഹാറ. അതുപോലെ കാലഹാരി, നമീബ്, ന്യൂബിയൻ എന്നിവയെല്ലാം ആഫ്രിക്കയിലെ പ്രധാന മരുഭൂമികളിൽ പെടുന്നതാണ്. ആഫ്രിക്കയിലെ നെയിൽ നദിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ നെയിൽ നദി ഒഴുകുന്നത് ഏതിൽ കൂടെ എന്ന് പറഞ്ഞാൽ ഈജിപ്ത് അല്ലെ. നെയിലിന്റെ ദാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈജിപ്താണ് നെയിലിന്റെ ദാനം എന്നറിയപ്പെടുന്നത്. ഈജിപ്ത് നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഓർമ്മ വരുന്നത് എന്താണ്? പിരമിഡുകൾ അല്ലെ. ഈജിപ്തിലെ പിരമിഡുകൾ. ഈജിപ്തിലെ ഏറ്റവും വലിയ പിരമിഡാണ് ഖുഫു പിരമിഡ് എന്ന് പറയുന്നത്. ഗിസയിലെ ഖുഫു പിരമിഡ് എന്ന് പറയുന്നത്. അതുപോലെ ഈജിപ്തിൽ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ അസ്വാൻ ഹൈ അണക്കെട്ടും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? അസ്വാൻ ഹൈ അണക്കെട്ടും സ്ഥിതി ചെയ്യുന്നത് ഈ ഈജിപ്തിലാണ്. ഇവരാണ് ഈ 12 മാസ കലണ്ടർ കണ്ടുപിടിച്ചതും ഈ ഈജിപ്തിലെ ആൾക്കാരാണ്. അതുപോലെ സുഡാൻ, ബ്രെഡ് വിപ്ലവം നടന്നത് ഈ സുഡാനിലാണ്. അതുകൂടാതെ ഈ ഹബു എന്നറിയപ്പെടുന്ന തീവ്രമായ പൊടിക്കാറ്റുകൾ കാണപ്പെടുന്നത് ഈ സുഡാന്റെ വടക്കൻ ഭാഗങ്ങളിലാണ്. അത് സൂര്യനെ കറുപ്പിക്കുകയും ദൃശ്യപരത 0 കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും അവസാനം രൂപീകൃതമായ ആഫ്രിക്കൻ രാജ്യമാണ് സുഡാൻ എന്ന് പറയുന്നത്. സൊമാലിയ, ആഫ്രിക്കയുടെ കൊമ്പ് എന്നറിയപ്പെടുന്നത് എന്താണ്? സൊമാലിയാണ് ആഫ്രിക്കയുടെ കൊമ്പ് എന്നറിയപ്പെടുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ ഒട്ടകങ്ങൾ കാണപ്പെടുന്നത്, ലോകത്തിലെ 2ാമത്തെ ദരിദ്ര രാജ്യം. എങ്ങനത്തെ രാജ്യമാണ്? ദരിദ്ര രാജ്യം. ആഫ്രിക്കയിലെ ഏറ്റവും നീളം കൂടിയ തീരപ്രദേശം എന്നിവയെല്ലാം സൊമാലിയയാണ്. നമീബിയയോ, ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മരുഭൂമിയാണ് നമീബ് മരുഭൂമി എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ബൃഹത് ഗിരികന്ധരം കൂടിയാണ് നമീബിയയിലെ ഫിഷ് റിവർ ബൃഹത് ഗിരികന്ധരം എന്ന് പറയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള 2ാമത്തെ രാജ്യം. എത്രാമത്തെ രാജ്യമാണ്? 2ാമത്തെ രാജ്യമാണ് നമീബിയ. സൊമാലിയയുടെ എന്താണ്? ലോകത്തിലെ 2ാമത്തെ ദരിദ്ര രാജ്യം. നമീബിയ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള 2ാമത്തെ രാജ്യമാണ്. മൊറോക്കോ എന്ന് പറയുന്നത് റെഡ് സിറ്റികളുടെ നാട് എന്നറിയപ്പെടുന്നു. മൊറോക്കോ എന്നാണ് റെഡ് സിറ്റികളുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത്. സഹാറ മരുഭൂമി മൊറോക്കോയുടെ വലിയൊരു ഭാഗം ഉൾക്കൊള്ളുന്നു. അപ്പോൾ മൊറോക്കോയുടെ ഭാഗങ്ങളിലാണ് എന്തുള്ളത്? സഹാറ മരുഭൂമി ഉള്ളത്. സഹാറ മരുഭൂമി ആഫ്രിക്കയിലാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പം അതിൻ്റെ ഒരു വലിയൊരു ഭാഗം ഉൾക്കൊള്ളുന്ന എവിടെയാണ്? മൊറോക്കോയാണ്. മൊറോക്കോയുടെ വലിയൊരു ഭാഗവും ഈ സഹാറ മരുഭൂമിയാണ്. ലോകത്തിലെ ഏറ്റവും പഴയ തുടർച്ചയായി പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയായ അൽ കവരിയൻ സ്ഥിതി ചെയ്യുന്നത് ഈ മൊറോക്കോയിലാണ്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് തെക്ക് പടിഞ്ഞാറൻ മൊറോക്കോയിലാണ്. എവിടെയാണ്? തെക്ക് പടിഞ്ഞാറൻ മൊറോക്കോയിലാണ്. ഇനി ടാൻസാനിയ, ആഫ്രിക്കയിലെ ഉയരം കൂടിയ പർവ്വതമായ കീലിമാഞ്ചാരോ. അപ്പോൾ കീലിമാഞ്ചാരോ എവിടെയുള്ളത് എന്ന് ചോദിച്ചാൽ അത് ടാൻസാനിയയിലാണ്. കീലിമാഞ്ചാരോ ഉള്ളത് ടാൻസാനിയയാണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ കാൽഡറ ആയ ngorongoro ഉള്ളതും ടാൻസാനിയയിൽ ആണ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ 2ാമത്തെ വലിയ തടാകമായ ടാങ്കനിക്ക തടാകം സ്ഥിതി ചെയ്യുന്നതും ടാൻസാനിയയിലാണ്. ഇനി ദക്ഷിണാഫ്രിക്ക, സ്വർണങ്ങളുടെയും വജ്രത്തിന്റെയും നാട് എന്നാണ് ദക്ഷിണാഫ്രിക്ക അറിയപ്പെടുന്നത്. ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെ രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്നത്. 3 തലസ്ഥാനമാണ് ദക്ഷിണാഫ്രിക്കയിലുള്ളത്. ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച ആദ്യ ആഫ്രിക്കൻ രാജ്യമാണത്. ഭൂമിശാസ്ത്രപരമായി ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെ മുനമ്പാണ് അഗുൽഹാസ് മുനമ്പ് എന്ന് പറയുന്നത്. ഏതാണ്? അഗുൽഹാസ് മുനമ്പ് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അഗാധ ഗർത്തം ആഫ്രിക്കയിലെ വെഡ്ഫോർട്ട് ഗർത്തമാണ്. അതുപോലെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ് അൾജീരിയ എന്ന് പറയുന്നത്. ചെറിയ രാജ്യമാണ് സീഷെൽസ് എന്ന് പറയുന്നത്. ആഫ്രിക്കയിൽ ജനസംഖ്യ കൂടുതലുള്ള രാജ്യമാണ് നൈജീരിയ. ജനസംഖ്യ കൂടുതലുള്ള രാജ്യം ഏതാണ്? നൈജീരിയയാണ്. ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം വന്നിട്ട് എത്യോപ്യയിലെ ആസിഡ് അബാബയാണ്. ആഫ്രിക്കയിലെ വിജാഗിരി എന്നറിയപ്പെടുന്നത് കാമറൂണാണ്. ആഫ്രിക്കയിലെ വിജാഗിരി എന്നറിയപ്പെടുന്നത് ഏതാണ്? കാമറൂണാണ്. ആഫ്രിക്കയിലെ ഏറ്റവും പഴയ സ്വതന്ത്ര സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ലിബീരിയയാണ്. അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ ക്ലാസ് അരമണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ പറയാനുണ്ട്. പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അത് മാത്രം പറഞ്ഞു പോകുകയെന്ന് പറഞ്ഞാൽ കൂടിപ്പോയാൽ 10 മിനിറ്റിൽ ടെക്സ്റ്റ് ബുക്കത്തെ കാര്യം കഴിയും. പക്ഷെ അത് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എക്സ്ട്രാ അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയ 1-2 കാര്യങ്ങളെങ്കിലും പറയണ്ടേ. അതുകൊണ്ടാണ് ഞാൻ അത് വേറെ ഭാഗങ്ങളിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് തന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ അടുത്തൊരു ക്ലാസ്സുമായിട്ട് വരുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.